പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ ഇന്നും രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. പിള്ളേർക്ക് ക്ലാസ്സുള്ള ദിവസമായിരുന്നു, പക്ഷേ ഇന്ന് ക്ലാസ് ഇല്ല. കാരണം ഇന്നലെ 9 മണിയായപ്പോഴാണ് മെസ്സേജ് വന്നത് കോഴിക്കോട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണെന്ന്. പിന്നെ പറയണ്ടല്ലോ, പിറ്റേ ദിവസം ചെയ്യാമെന്ന് തലേദിവസം പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും മൊത്തം താളം തെറ്റിയ നിലയിലായിരുന്നു. എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് അവർക്ക് നേരം പോക്കിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ കൂടെ ഇരുന്ന് കൂടി കൊടുക്കണം. അതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കളർ പെൻസിലും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് പടം വരെയും പരിപാടിയൊക്കെ ആയിരുന്നു. അമ്മയും കൂടെ എന്ന് പറഞ്ഞ നല്ല ബഹളമായിരുന്നു കേട്ടോ. അതിനിടയിൽ ഞാൻ കുറച്ച് വാട്ടർ കളർ കൊടുത്താണ് ഈ നിലത്തു കൂടെ കാണുന്നത് കേട്ടോ. ഇതുപോലെ ഓരോ പുകലുകളും ബഹളങ്ങളും ഏത് നേരം നടക്കും. അപ്പൊ അതിനൊക്കെ പരിഹരിച്ച് നമ്മൾ പുറകെ നടക്കുമ്പോൾ നമ്മുടെ വേറെ ഒരു പരിപാടിയും നടക്കില്ല. കുറച്ചു നേരമൊക്കെ ഞാൻ അവരുടെ കളർ അടിക്കാനും പടം വരയ്ക്കാനും ഒക്കെ ഞാനും കൂടിയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇനി ഇപ്പൊ നിങ്ങൾ അവിടെ ഇരുന്ന് വരച്ചു, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടെന്നും പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് മെല്ലെ വലിഞ്ഞത്. കാരണം ഞാൻ തലേദിവസേ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ ഈ കുപ്പി പരിപാടി. അതുകൊണ്ട് അത് ചെയ്യാത്തതുകൊണ്ട് മനസ്സിലും ഭയങ്കര ഒരു പ്രയാസമായിരുന്നു. കാരണം ഒരു 5-6 മാസമെങ്കിലും ആയി കാണും ഞാൻ ഈ കുപ്പിയൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ട്. ബോട്ടിൽ ആർട്ട് ചെയ്യണം, അതിൽ ചെടികൾ വെക്കണം എന്നൊക്കെ ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് ഞാൻ ഇത് കളക്ട് ചെയ്ത് വെച്ചത്. പക്ഷെ അത് ഇതുവരെ ചെയ്യാൻ പറ്റില്ല. അത് അവിടെ ഇരുന്ന് മഴയൊക്കെ കൊണ്ട് മണ്ണും പൊടിയൊക്കെ പിടിച്ച് ആകെ പടന്ന ആശായിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ കുപ്പി ഇനി മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം അത് അവിടെ ഇരുന്ന് മഴ കൊണ്ട് പായൽ വരെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമോ എന്തോ ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് വന്നെടുത്ത് പെയിന്റ് അടിക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു, പക്ഷെ അത് നടക്കില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ആ കുപ്പി ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിന്റെ പുറമൊക്കെ കഴുകാൻ എളുപ്പമായിരുന്നു, പക്ഷെ അതിന്റെ അകം കഴുകാനുള്ള സാമഗ്രികളൊന്നും എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ ആ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകി നീറ്റാക്കി എടുക്കുകയാണ്. ഈ ബോട്ടിലിനകത്ത് ഇതിന് മുന്നേ ഞാൻ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ വരെ അതിന്റെ ഉള്ളിൽ നിന്ന് ചാടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ ഞാനത് ക്ലീനാക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇല്ലല്ലോ, ഇതിന് പുറത്ത് പെയിന്റ് അടിക്കാനുള്ളതാണല്ലോ. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പുറത്തോട്ട് എന്ത് വൃത്തികേട് അറിയില്ല എന്നൊരു വിചാരം എനിക്കുണ്ട്. അതുകൊണ്ട് നമുക്കിത് പെയിന്റ് അടിച്ച് നോക്കാം, ഇത് പുറത്ത് കാണുന്നുണ്ടോ ഇല്ലയോ, എന്താവും എന്നുള്ളത്. എനിക്ക് ബോട്ടിൽ ആർട്ടും ഇങ്ങനത്തെ ആർട്ട് വർക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെയ്യാൻ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, കാരണം അതിനൊരു സമയം കിട്ടാറുമില്ല, അതിനായിട്ട് മെനക്കെടാറുമില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മുടെ ആ കഴിഞ്ഞ കോവിഡ് സമയത്ത്, നമ്മുടെ ക്വാറന്റൈൻ സമയത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്തൊക്കെ എനിക്ക് തോന്നിയ ചില തോന്നലുകളുടെ പുറത്ത് ഞാൻ കുറച്ച് ബോട്ടിലൊക്കെ ആർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ കുറേയൊക്കെ പൊളിഞ്ഞ് നാശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ചൊക്കെ ബാക്കിയുണ്ട്. എന്നാൽ പോലും അന്നത്തെ കുപ്പിയുടെ ബാക്കിയും ഉണ്ട്, ഇന്ന് പുതിയ കുപ്പികളും ഉണ്ട്. അപ്പൊ അതിന് പുറത്ത് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ വിചാരവും പ്ലാനിങ്ങും അങ്ങനെ നീണ്ടു പോയി ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്ന് ഇപ്പം 5-6 മാസമെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ സാധനം ഞാൻ കയ്യിലെടുത്തത് കേട്ടോ. എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനത്തെ ഈ ബോട്ടിൽ ആർട്ട്, പടം വര, ഒട്ടിക്കല്, പിന്നെ എംബ്രോയിഡറി, നമ്മളെ തുണിയിലും ഡ്രസ്സിലൊക്കെ എംബ്രോയിഡറി ചെയ്യുമല്ലോ, അങ്ങനത്തെ സ്വീക്വൻസ് വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ചെയ്യാറുണ്ടോയെന്ന് വെച്ചാൽ അതിനുള്ള സാമഗ്രികളൊക്കെ കയ്യിലിരിപ്പുണ്ട്. ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ അധികം ചെയ്യാറില്ല എന്ന് മാത്രം. എന്നാലും സ്വന്തം ഡ്രസ്സിലൊക്കെ കുറേയൊക്കെ പറ്റി നോക്കിയിട്ടുണ്ട് കേട്ടോ. പടം വരയ്ക്കാൻ ഇഷ്ടമാണെന്നേ ഞാൻ പറഞ്ഞോളൂ കേട്ടോ. ഒരുപാട് വലിയ പടം വരകാരിയൊന്നുമല്ല, എന്നാൽ കണ്ടാൽ വലിയ മോശം പറയാത്ത രീതിയിൽ വരയ്ക്കാനും അറിയാം. കാരണം എൻ്റെ ഫാദർ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ലേശം എന്തൊക്കെയോ എനിക്കും കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം മാത്രം, അതേ ഉള്ളൂ, സംശയമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ പടം വര. അപ്പൊ ഇതിലും ഞാൻ വലിയൊരു ഒരുപാട് ഹെവി ആയിട്ടുള്ള പരിപാടിയൊന്നും ഈ ബോട്ടിലിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കിത് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 2-3 ദിവസമൊക്കെ പിടിക്കും നമ്മൾ കാര്യമായിട്ടൊരു ബോട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ കുപ്പിയുടെ വൃത്തികേട് മാറ്റിയെടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ബേസിക്കായിട്ടൊരു കളർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് ചെറിയ എന്തെങ്കിലും ഒരു ഡിസൈൻ കൂടെ കൊടുക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങും ഉണ്ട്. ആദ്യം ഞാൻ ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ആ വൃത്തികേടൊന്നും അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് ഉണങ്ങാൻ വെച്ചതിന് ശേഷമാണ് 2ാമത്തെ കോട്ട് അടിച്ചു. അത് കഴിഞ്ഞ് 3ാമത്തെ കോട്ട് അടിച്ചു. അങ്ങനെ 3 കോട്ട് ടോട്ടൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മുകളിൽ കുറച്ച് ബ്രാഞ്ചസ് വരയ്ക്കണം. അതിനകത്ത് ആ ബ്രാഞ്ചസിൽ നിന്ന് കുറച്ചിങ്ങനെ കുറച്ച് പൂക്കൾ ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കണം എന്നുള്ള പ്ലാനിങ് ഉണ്ട്. പക്ഷെ ആ പ്ലാനിങ് എത്രത്തോളം വർക്കൗട്ട് ആവും, അത് കാണുന്നവർക്ക് എത്രത്തോളം അത് ഫെയിൽ ആവും എന്നൊന്നും അറിയില്ല. എനിക്കെപ്പോഴും തോന്നാറുള്ള ഒരു കാര്യമാണ് കേട്ടോ, ഈ ബോട്ടിൽ ആർട്ട് ആണെങ്കിലും അല്ല എംബ്രോയിഡറി വർക്ക് ആണെങ്കിലും ഞാൻ ചെയ്ത് തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് വേറെ പുതിയ ഐഡിയകൾ വരും. അപ്പം ആ ഐഡിയകൾ വെച്ചിട്ടായിരിക്കും ഞാൻ പിന്നെ മുന്നോട്ട് ചെയ്യുക. അന്നേരം മുന്നേ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടായിരിക്കും നമ്മൾ തുടങ്ങുക. പക്ഷേ ഞാനിത് വരച്ച് വരുമ്പം എനിക്ക് വേറെ ഐഡിയകൾ വരും. അപ്പം ഞാൻ അതിനനുസരിച്ചാണ് ചില സമയത്തൊക്കെ ചെയ്യാറുള്ളത്. അത് എൻ്റെ മാത്രം പ്രശ്നമാണ്, അതായത് നിങ്ങൾക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അപ്പം ഞാൻ അടുത്ത പരിപാടി തുടങ്ങി കേട്ടോ. നമ്മുടെ ബോട്ടിൽ ആർട്ടിന് മുകളിൽ ഞാനിങ്ങനെ ചെറിയ
ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരച്ചു കൊടുക്കുകയാണ്. അപ്പം ആദ്യം വരയ്ക്കുന്നത് കുറച്ച് ഗ്യാപ്പിട്ടാണ്. പിന്നെ താഴോട്ട് അടിഭാഗത്ത് കുറച്ച് അധികം ഇങ്ങനെ തിക്കി വരയ്ക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം അത് മുകളിൽ നിന്ന് പൊഴിഞ്ഞ് വീണ് താഴെ ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്ന പോലെ ഒരു ഫീലിലാണ് ഞാൻ വരച്ചെടുക്കുന്നത് കേട്ടോ. കാണുന്നവർക്കും അങ്ങനെയൊക്കെ തോന്നിയാൽ മതിയായിരുന്നു. എന്നോട് ഇവിടെയുള്ളവർ ചോദിക്കുമായിരുന്നു, നീ എന്നെ ഈ വരച്ചുകൊണ്ടിരിക്കുക, അല്ലെ എംബ്രോയിഡറി ആണെങ്കിലും പറയും, നീ തന്നെ ഈ കുത്തിക്കൊണ്ടിരിക്കണം, നീ എന്നെ ഈ തുന്നിക്കൊണ്ടിരിക്കണം, എത്ര നേരമായി നീ ഒന്ന് എഴുന്നേറ്റ് പോകാവോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിലും നമുക്ക് എത്ര ക്ഷമയോടുകൂടിയാണെങ്കിലും എത്ര നേരമാണെങ്കിലും നമുക്കത് ചെയ്യാൻ തോന്നും. കാരണം നമുക്കതിനുള്ളൊരു ഇഷ്ടമുള്ളതുകൊണ്ട്. ഇതുപോലെ ഈ വരയ്ക്കാൻ താല്പര്യമുള്ളവരും അല്ലെങ്കിൽ ആർട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ അറിയാം. അപ്പം ഞാൻ ഇതുപോലെ വീഡിയോസ് ഉണ്ടാലും അവർക്കത് കാണാനും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ഒരു താല്പര്യം കൂടുതലായിരിക്കും. ഇതിനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തവർക്ക് ഏത് നേരം ഇതിനെ കുറ്റം പറയാനും കളിയാക്കാനും മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. ഇവർക്കൊന്നും വേറെ പണിയില്ലേ, ഇതെന്തിനാ വരച്ച് വെച്ചിരിക്കുന്നത്, എന്നതാ വരച്ച് വെച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ വരച്ചാൽ എന്താ കിട്ടുകയാണല്ലേ എന്നൊക്കെയായിരിക്കും അവർ വിചാരിക്കുക. പക്ഷേ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ അല്ലേ. അപ്പം ഞാൻ ഈ ബോട്ടിൽ മൊത്തമായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ മുകളിൽ കുറച്ച് അകത്തി വരച്ചിട്ടുണ്ട്, താഴെ കുറച്ച് അടുപ്പിച്ചും വരച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ മെല്ലെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ ആ ബ്രാഞ്ചസ് വരയ്ക്കുന്ന അത്ര ക്ലിയർ ആവുന്നില്ല. കാരണം ഡാർക്ക് ബ്ലൂവിൻ്റെ പുറത്താണ് ബ്ലാക്ക് കൊണ്ട് വരയ്ക്കുന്നത്. പക്ഷേ അത് കുറച്ച് അകലെ നിന്ന് നോക്കിയാൽ പെട്ടെന്നൊന്നും കാണില്ല, അടുത്ത് നിന്ന് നോക്കിയാൽ അത് കാണുള്ളൂ കേട്ടോ. എന്നാലും സാരമില്ല, അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം നമ്മൾ ചെയ്തു വരുന്നതാണ് മുഴുവനായിട്ട് അങ്ങ് പെർഫെക്റ്റായിട്ട് വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമുക്കും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ വരാം. അതിനെങ്ങനെ നമ്മൾ പല രീതിയിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ വരച്ചു കൊടുത്തു. ആ ബ്രാഞ്ചസിൻ്റെ ഇടയിൽ കൂടെയും കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ നിന്നാണല്ലോ ഇങ്ങനെ പൂക്കളിങ്ങനെ പൊഴിഞ്ഞ് താഴോട്ട് വീഴുന്നത്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ബോട്ടിൽ ആർട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആണ് കൂടുതൽ ചെയ്യാറുണ്ടായിരുന്നത്, കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ മഴയായതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ കുറയുന്നത്. എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.